Hi guys! നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോയിങ് ആവാനും അതുപോലെ തന്നെ കറുത്ത പാടലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി നമ്മുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറത്തിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട, ബീട്രൂട്ടൊന്നും അല്ല കേട്ടോ. നമ്മളിത് വേറൊരു ആളെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓറഞ്ചിൽ നിന്ന് കിട്ടുന്ന അതേ വൈറ്റമിൻ സി നമുക്ക് ഈ ഒരു ഫ്രൂട്ടിൽ നിന്നും കിട്ടുന്നുണ്ടോ. അത് വേറെ ആരും അല്ല, നമ്മുടെ പോമോഗ്രാനൈറ്റ് ആണ്, മാതളപ്പഴമാണ് കേട്ടോ. ഈ ഒരു മാതളപ്പഴത്തിന്റെ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അല്ലി എടുക്കാൻ നമുക്ക് തോലും എടുക്കാം കേട്ടോ. രണ്ടും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് ആണെങ്കിലും നമുക്കത് കഴിക്കാനാണെങ്കിലും ഈ ഒരു തോല് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ ഇബസ്കസിന്റെ ടീ വെച്ച് കുടിക്കില്ല, അതുപോലെ നമുക്ക് തോലും ഉണക്കിയിട്ട് അതിൻ്റെ ആ ഒരു ടീ വെച്ച് കുടിക്കുകയും ചെയ്യാം. അതുപോലെ ആ ഒരു തോലും ഉണക്കി പൗഡർ ആക്കിയിട്ട്, ഓറഞ്ചിന്റെ പീലേക്ക് നമ്മൾ ഉണക്കി പൊടിക്കില്ല, അതുപോലെ പൗഡർ ആക്കിയിട്ട് നമുക്ക് ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു മാതളപ്പഴത്തിന്റെ ആ ഒരു തൊലി. അപ്പോൾ അതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അല്ലി മാത്രം ഒരു പിടിയോളം, ഈ കാണിക്കുന്ന ഒരു പിടിയോളം അല്ലി എടുത്തിട്ടുണ്ട്. ഇതിൽ ധാരാളം വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആലുവേര എങ്ങനെയാണ്, ആലുവേരനകത്ത് 99% വെള്ളത്തിന്റെ കണ്ടന്റാണ് അടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മാതളപ്പഴത്തിനകത്ത് കേട്ടോ 82% വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളും ചുളിവുകളും എല്ലാം തന്നെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആൻഡ് സോഫ്റ്റ് ആയിട്ട് വെക്കും കേട്ടോ. നമുക്ക് പരുപരുക്കാനായിട്ടൊക്കെ നമ്മുടെ സ്കിന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആക്കും. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫേസിൽ ഉണ്ടാകുന്ന പാടുകളെല്ലാം ഫെയ്ഡ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോൺ തന്നെ ഇങ്ങനെ ലൈറ്റൈൻ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം, ഡെയിലി ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പകൽ ഉപയോഗിക്കാം. ഇന്ന ടൈം എന്നൊന്നുമില്ല, നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിനെ സ്ക്വീസ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് മിക്സി ബൗളിനകത്ത് ഇടണമെങ്കിൽ ഇടാം, ഞാനത് ചെയ്യുന്നില്ല. ഇതുപോലെ ഗ്ലാസ്സിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഗ്ലാസ് വെച്ച് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ജെല്ലാണ് ചേർത്തെടുക്കാൻ പോകുന്നത്. ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെൽ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എൻ്റെ അടുത്ത് ലൈറ്റിനും ജെല്ല് മേടിച്ച ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കടുക്ക ജെല്ല് മേടിച്ച ആൾക്കാരുണ്ട് കേട്ടോ. ആ ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് ചേർക്കുന്ന സമയത്ത് നിങ്ങളിത് നൈറ്റ് സിറായിട്ട് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, പകൽ ഉപയോഗിക്കാൻ പാടില്ല. നോർമൽ ജെല്ല് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പകലും ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഓക്കെ, കടുക്ക ജെല്ലോ ലൈറ്റിനും ജെല്ലോ നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് നൈറ്റ് സിറം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ആ രീതിക്ക് അങ്ങ് നമ്മളിതിനകത്തേക്ക് ഒരു 2-3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു സ്പൂണിൽ 2-3 ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഗ്ലിസറിൻ അങ്ങ് ചേർക്കുന്നുണ്ട്. ഒത്തിരി നമുക്ക് ആവശ്യമില്ല, ഒരു 1/4 ടീസ്പൂണിന് താഴെ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു 5-6 ഡ്രോപ്സ് അത്രമാത്രം മതിയാകും. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊരു 3 മണിക്കൂർ നേരത്തേക്ക്, 2 അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് അടച്ചു വെക്കുകയാണ്. എന്നതിന് ശേഷം വേണം നമുക്കിതങ്ങ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മളിങ്ങനെ കുതിർക്കാൻ വെക്കുമ്പോൾ നമുക്കിതിനകത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു പോമോഗ്രാനൈറ്റിൻ്റെ സീഡ് കൂടി നമുക്ക് പിന്നീട് ഉടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഒരിക്കൽ കൂടി ഇതങ്ങ് ഗ്ലാസ് വെച്ചൊന്ന് കുത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ ഉടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു സീഡ് കൂടി നമുക്ക് ഉടഞ്ഞു വരും. അത് ഉടയുമ്പോൾ അതിനകത്തുള്ള ആ ഒരു ഓയിൽ കണ്ടന്റ് കൂടി നമുക്ക് ഈ ഒരു സിറത്തിനകത്ത് ഉൾപ്പെടും. ഈ ഒരു പോമോഗ്രാനൈറ്റിൻ്റെ സീഡ് ഓയിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ് എല്ലാം തന്നെ ആ ഒരു ഓയിലിനകത്ത് നമുക്ക് കിട്ടും. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ ആ ഒരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ടും, പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആവും. നമുക്ക് ഓറഞ്ച് നമ്മൾ വൈറ്റമിൻ സി സിറമൊക്കെ ഉപയോഗിക്കുന്നില്ല, ആ ഒരു ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് ഇതൊന്നും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ആ ഒരു സീഡ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു സിറം കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങ് അരിച്ചു മാറ്റാം. അപ്പോൾ ഞാനിവിടെ സ്റ്റോർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക കേട്ടോ. നമ്മളിത് അരിച്ചു മാറ്റുന്ന സമയത്ത് എടുക്കുന്ന ഒരു പാത്രം ആയിക്കോട്ടെ, ഒട്ടും തന്നെ വെള്ളം പാടില്ല, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക. എന്നതിന് ശേഷം നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് സ്ക്വീസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഉപയോഗിച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. നമുക്ക് പിഴിയാനായിട്ട് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അരിപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പോൾ എനിക്കിതൊരു തുണിയുടെ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കൈവച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന നമ്മുടെ ഒരു സിറം റെഡി കേട്ടോ. നമുക്കിനി ഇതിനകത്തേക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്ലിസറിനൊക്കെ
ചേർത്തുകൊണ്ട് ആ ഒരു ഓയിൽ ഫീൽ നമുക്ക് ഉണ്ടാകും. എങ്കിൽ കൂടി നമുക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാരാണത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു 5 ഡ്രോപ്സ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്ര മാത്രം മതി, ഇനി വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. ഓയിൽ ഒട്ടും നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സീഡ് കണ്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു സീഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തു. വെറും ഒരു 3 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് മാറ്റി വെക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ചടപടയെന്ന് അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ ഒരു പോമോഗ്രാനൈറ്റിൻ്റെ ആ ഒരു സിറം കേട്ടോ. ഈ ഒരു സിറം നമുക്ക് രാത്രി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ പകൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് മാക്സിമം നമ്മുടെ ഫേസിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും മതി ഇരിക്കാനായിട്ട് സമയം കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം കഴുകി കളയാം. അതല്ല രാത്രിയാണ് നിങ്ങൾ നൈറ്റ് സിറം പോലെയാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കഴുകിയെടുത്താലും മതി. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ഇന്ന ടൈം ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ കടുക്കാച്ചെല്ല ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ആ ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചോളൂ. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.